മോഡേൺ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് എക്മാസ്ക്രിപ്റ്റ്. എന്താണ് എക്മാസ്ക്രിപ്റ്റ്? എക്മാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഡോക്യുമെന്റ് ആണ്. ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഡോക്യുമെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റൂൾ ബുക്ക് പോലെയാണ്. ഇന്ന രീതിയിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡ് എല്ലായിടത്തും ഒരേപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആവും. അപ്പം ഇത് ഫോളോ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് എഴുതി വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഡോക്യുമെന്റ് ആണ് എക്മാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് എക്മാസ്ക്രിപ്റ്റ് കംപ്ലൈന്റ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിലാണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തിനാണ് എക്മാസ്ക്രിപ്റ്റ് എന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു സ്പെസിഫിക് ലാംഗ്വേജ് അല്ല, ഇതൊരു റൂൾ ബുക്കാണ്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡൈസേഷൻ റെക്കമെൻഡേഷൻസ് ആണ്. അത് നമുക്ക് ഫോളോ ചെയ്യാം. തറവായിട്ട് ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടി വരില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ അതൊരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതാണ്, അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പറഞ്ഞത്, ഇത് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ഇത് കോർ ജാവാസ്ക്രിപ്റ്റിന്റെ കൺസെപ്റ്റ്സ് എല്ലാം എഴുതിയേക്കുന്നത് എക്മാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് വേർഷനിങ് ഉണ്ട്, അപ്ഡേറ്റ്സ് ഉണ്ട്. അതായത് എക്മാസ്ക്രിപ്റ്റിന്റെ ഡിഫറെന്റ് വേർഷൻസ് വരും. നമുക്ക് ഫസ്റ്റ് എക്മാസ്ക്രിപ്റ്റിന്റെ വേർഷൻ എന്ന് പറയുന്നത് ES5 ആണ്. അത് 2008 ഇറങ്ങിയതാണ്. അത് നമുക്ക് മോഡേൺ ജാവാസ്ക്രിപ്റ്റിന്റെ പാർട്ടായിട്ട് കാണാൻ പറ്റില്ല. മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ഇറങ്ങിയത് ES6 തൊട്ടാണ്. 2015 തൊട്ടുള്ള എക്മാസ്ക്രിപ്റ്റിന്റെ വേർഷൻ തൊട്ടാണ് നമുക്ക് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങുന്നത്. അപ്പം കറക്റ്റായിട്ട് അവർ വേർഷനിങ്ങും അപ്ഡേറ്റ്സും ഫോളോ ചെയ്യുന്നുണ്ട് എക്മാസ്ക്രിപ്റ്റുകാർ. അതായത് ഓരോ വർഷം വരുമ്പോഴത്തേനും പുതിയ പുതിയ അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നതിനാൽ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള രീതിയിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ഫ്ലോയിൽ എല്ലാ ബ്രൗസേഴ്സിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കോഡിങ്. ഓക്കെ, അപ്പം ECMAScript is the underlying standard that makes it all work consistently during development of languages like JavaScript. JavaScript പോലുള്ള ലാംഗ്വേജസിന്റെ കാര്യങ്ങളെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ECMAScript യൂസ് ചെയ്യാം. അപ്പം ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ECMAScriptലാണ്. ഫസ്റ്റ് ES5 ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ES6 ES5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ജാവാസ്ക്രിപ്റ്റുള്ള കാര്യങ്ങളെല്ലാം ES5 ES6 തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ES6 തൊട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ JS 2023 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോഡേൺ ജാവാസ്ക്രിപ്റ്റ് സീരീസിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ECMAScriptന് മുമ്പ് എന്തായിരുന്നു നോക്കാം. നമുക്കറിയാം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, അങ്ങനെയുള്ള ബ്രൗസേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഏർലി ഡേയ്സിൽ നമ്മുടെ 90s നമുക്ക് പല ബ്രൗസർ പല രീതിയിലായിരുന്നു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗസറിൽ വർക്ക് ആവുന്ന കണ്ടന്റ് രണ്ടാമത്തെ ബ്രൗസറിൽ വർക്ക് ആവണമെന്നില്ല. അതായത് ഇപ്പോഴത്തെ കേസിൽ ഡിസൈനിങ് ചെയ്യുന്ന ആളുകൾക്കറിയാം അവരുടെ ബുദ്ധിമുട്ട്. അതായത് പല ബ്രൗസറിലും വർക്ക് ആവുന്നത് പഴയ ഇന്റർനെറ്റ് എക്സ്പ്ലോറിന്റെ വേർഷനിൽ വർക്ക് ആവില്ല. അതിനാൽ തന്നെ റെസ്പോൺസീവ്നെസ് ഇഷ്യൂ ഉണ്ടാവാം. അപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറിന് വേണ്ടിയും അതുപോലെ പഴയ മോസിലയുടെ വേർഷൻസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ടി വരുമായിരുന്നു അല്ലേ. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു നേരത്തെ ECMAScriptന് മുമ്പ്. എന്നാൽ ECMAScript സ്റ്റാൻഡേർഡ്സ് വന്നതിന് ശേഷം അതിനെ ഫോളോ ചെയ്താണ് എല്ലാ ബ്രൗസേഴ്സും എഴുതി വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇന്റർനെറ്റ് എക്സ്പ്ലോറിന്റെ ആയാലും അല്ലെങ്കിൽ മറ്റ് ഗൂഗിൾ ക്രോം, മോസില എന്തായാലും അതെല്ലാം ലേറ്റസ്റ്റ് വേർഷൻസ് ഓഫ് ECMAScriptനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രോസ് പ്ലാറ്റ്ഫോമിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ക്രോസ് ബ്രൗസർ ഇഷ്യൂ ഒന്നും വരില്ല ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് കാരണം. അപ്പൊ ES5 സ്റ്റാർട്ട് ചെയ്തത്, ECMAScript 5 ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ES6 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പഠിക്കാൻ പോകുന്നത് ES6 തൊട്ട് JS 2023 വരെയാണ്. ഇതിനെയാണ് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ES6 അല്ലെങ്കിൽ ECMAScript 2015 ഇത് റിലീസ് ആയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ES6 ഈസ് എ മേജർ അപ്ഡേറ്റ് ഫ്രം ES5. 2009 ഉണ്ടായിരുന്ന ES5 നിന്ന് ഒരു മേജർ അപ്ഡേറ്റ് ആണ് ES6 വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ് ES6 വന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES6 തൊട്ട് JS 2023 വരെയുള്ള സ്പെസിഫിക്കേഷൻസിനെയാണ് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
നമ്മൾ ES6ന്റെ കീ ഫീച്ചേഴ്സ് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റും കോൺസ്റ്റും വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം 1 by 1 ആയിട്ട്. രണ്ടാമത് ആരോ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ടെംപ്ലേറ്റ് ലിറ്ററൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡീസ്ട്രക്ചറിങ്, മോഡ്യൂൾസ്, സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ്, ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ്, എൻഹാൻസ്ഡ് ഒബ്ജക്ട് ലിറ്ററൽസ്, പ്രോമിസസ്. ഇത്രയുമായിരുന്നു ES6ന്റെ കീ ഫീച്ചേഴ്സ്. ES6 എന്ന് പറഞ്ഞാൽ 2015 ഇറങ്ങിയ എക്മാസ്ക്രിപ്റ്റിന്റെ വേർഷനിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട്, ഒരു മേജർ ചേഞ്ച് ആയിട്ട് ES5 നിന്ന് കൊണ്ടുവന്നത്. ES5 വാർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഡിക്ലെയർ ചെയ്യാനായിട്ട്. പക്ഷേ ES6 ആയപ്പോഴത്തേന് ലെറ്റിനെയും കോൺസ്റ്റിനെയും കൊണ്ടുവന്നു. നമുക്ക് എന്തിനാണ് ലെറ്റും കോൺസ്റ്റും കൊണ്ടുവന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഫംഗ്ഷൻ ആൻഡ് ഗ്ലോബൽ സ്കോപ്പിംഗ് ഇഷ്യൂസ്, അതായത് വാർ എന്ന് പറയുന്ന കീവേഡിന് അല്ലെ വാർ എന്ന് പറയുന്ന വേരിയബിളിന് 3 മെയിൻ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഒന്ന് ഫംഗ്ഷൻ ആൻഡ് ഗ്ലോബൽ സ്കോപ്പിംഗ് ഇഷ്യൂസ്, ഫംഗ്ഷണൽ സ്കോപ്പിംഗും ഗ്ലോബൽ സ്കോപ്പിംഗിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, റീഡിക്ലറേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹോസ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് വാറിന്റെ ഫംഗ്ഷൻ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പിലുള്ള ഇഷ്യൂ എന്താണെന്ന് നോക്കാം. ബൈ ഡിഫോൾട്ട് ജാവാസ്ക്രിപ്റ്റിൽ വാർ വെച്ച് ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾസിന് ഫംഗ്ഷൻ സ്കോപ്പ് ആയിരിക്കും. അതായത് ഇതിന്റെ അകത്ത് എഴുതിയാൽ, ഈ ബ്ലോക്ക് ഓഫ് കോഡിന്റെ അകത്ത് എഴുതിയാൽ പോലും ഈ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഈ ഒരു ഫംഗ്ഷന്റെ അകത്ത് എല്ലായിടത്തും ആക്സസബിൾ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സിന്റെ വാല്യൂ 10 എന്ന് കൊടുത്തു, അത് വാർ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇതിനെ ഞാൻ ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ നോക്കുവാണ് എക്സ് വെച്ചിട്ട്, കൺസോൾ ലോഗ് വെച്ചിട്ട് സേവ് ചെയ്ത് നോക്കും. 10 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് കിട്ടി. ഞാൻ വീണ്ടും അത് ചേഞ്ച് ചെയ്യുകയാണ്. അത് നോക്കും, ഇതിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ പോലും ആ ഫംഗ്ഷൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും ആക്സസബിൾ ആയിരിക്കും. ഇതാണ് ഫംഗ്ഷൻ സ്കോപ്പ്. ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ സ്കോപ്പിലുള്ള കുഴപ്പം ഇതാണ്, വാർ വേരിയബിൾ വെച്ചിട്ട്. ഓക്കെ, ഫംഗ്ഷൻ സ്കോപ്പിലുണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ഇനി ഗ്ലോബൽ സ്കോപ്പ് ആണെങ്കിൽ നമുക്ക് ഗ്ലോബൽ സ്കോപ്പിൽ ഡിക്ലെയർ ചെയ്യുന്ന സാധനം, ഗ്ലോബൽ സ്കോപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫംഗ്ഷന്റെ പുറത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഫംഗ്ഷന്റെ പുറത്ത് എവിടെ ഡിക്ലെയർ ചെയ്താലും അത് ഗ്ലോബൽ സ്കോപ്പിലേക്ക് പോകും. ഗ്ലോബൽ സ്കോപ്പിലേക്ക് പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലുമൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഫയൽസിൻ്റെ അകത്ത് സെയിം വേരിയബിൾ നെയിമിലുള്ള വേരിയബിൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഗ്ലോബൽ സ്കോപ്പിലുള്ള വാല്യൂ വെച്ചിട്ട് ഇത് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്റൻഡ് റിസൾട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. ക്ലിയർ ആയോ? അപ്പോൾ ഗ്ലോബൽ സ്കോപ്പിലും ഇഷ്യൂ ഉണ്ടാവാം, അതുപോലെ ഫംഗ്ഷണൽ സ്കോപ്പിലും ഇഷ്യൂ ഉണ്ടാവാം. ഇത് രണ്ടുമായിരുന്നു ഫസ്റ്റ് ഇഷ്യൂ, ജാവാസ്ക്രിപ്റ്റ് വാർ ഉപയോഗിക്കുന്നതിലുള്ള ഫസ്റ്റ് ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഹോസ്റ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരു വേരിയബിളിനെ അതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക്, അതായത് അതിന്റെ സ്കോപ്പ് ഏതാണോ ആ സ്കോപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുപോയി ഡിക്ലെയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഈ കണ്ടീഷൻ്റെ അകത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ എക്സിക്യൂഷൻ ടൈമിൽ അല്ലെങ്കിൽ കമ്പൈൽ ടൈമിൽ ഈ ജാവാസ്ക്രിപ്റ്റ് ഈ വേരിയബിൾസിനെ എല്ലാം എടുത്തിട്ട് ഇതിന്റെ ടോപ്പ് ലെവലിൽ കൊണ്ട് ഡിക്ലെയർ ചെയ്യും. അതായത് ഇതിന്റെ അകത്ത് കിടക്കുന്ന വേരിയബിൾസിനെ എല്ലാം എടുത്ത് ഇതിന് ടോപ്പ് ലെവലിൽ കൊണ്ട് ഡിക്ലെയർ ചെയ്യും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ എക്സിനെ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എക്സിന്റെ വാല്യൂ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എറർ വരില്ല, പക്ഷെ അൺഡിഫൈൻഡ് വാല്യൂ ആയിരിക്കും ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. സേവ് ചെയ്ത് നോക്കാം, ഉണ്ടോ? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് വാല്യൂ ആയിരിക്കും, പക്ഷെ എറർ ആയിട്ട് വരത്തില്ല. അത് കാരണം നമ്മൾ എറർ ഒന്നും വരാത്ത കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് വരും. എറർ വരാത്ത കാരണം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അബദ്ധത്തിൽ എങ്ങാണ്ട് ഈ എക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കേസിൽ നമ്മൾ എക്സ് യൂസ് ചെയ്യേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഇതെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും. ഇതാണ് ഹോസ്റ്റിംഗിന്റെ ഇഷ്യൂ. ഓക്കെ, ഫംഗ്ഷണൽ ആൻഡ് ഗ്ലോബൽ സ്കോപ്പ് ഇഷ്യൂ പറഞ്ഞു, രണ്ടാമത്തെ ഹോസ്റ്റിംഗ് പറഞ്ഞു, മൂന്നാമത്തെ റീഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഇഷ്യൂ ആണുള്ളത്. റീഡിക്ലറേഷൻ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതേ വേരിയബിൾ ഇപ്പം 566 എന്ന് കൊടുത്തു. ഓക്കെ, ഇതേ വേരിയബിളിനെ ഈ കണ്ടീഷൻ്റെ അകത്ത് ഞാൻ റീഡിക്ലെയർ ചെയ്തു, വാർ എക്സ് ഈക്വൽ ടു 1030. നമുക്കിത് ലോഗ് ചെയ്ത് നോക്കാം. 1030 വന്നു. മനസ്സിലായോ? അതായത് ഒരു സ്കോപ്പിന്റെ അകത്ത് ഒരു വേരിയബിളിനെ മൾട്ടിപ്പിൾ ടൈംസ് ഇതിന് വാർ വെച്ചിട്ട് റീഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഒരു സാധനം
നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻസ് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതേപോലെ ഒരു കണ്ടീഷൻ വന്നു, ആ കണ്ടീഷൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് പുതിയൊരു വേരിയബിൾ ആയിരിക്കും സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഈ എക്സിസ്റ്റിംഗ് വേരിയബിൾ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ, എക്സിസ്റ്റിംഗ് വേരിയബിളിലാണ് വാല്യൂ സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് അടുത്ത ഫംഗ്ഷനാലിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ നമ്മൾ ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇത് വെച്ച് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന്റെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പിന്നീട് ഈ എക്സിന്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും നമുക്ക് അതിനെ പ്രോസസ്സിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കോഡിങ് ചെയ്യാനായിട്ട് വാർ വെച്ചിട്ട് നമുക്ക് എല്ലായ്പ്പോഴും സാധിക്കില്ല. ആ ഒരു കേസ് കൊണ്ടാണ് ലെറ്റും കോൺസ്റ്റും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റും കോൺസ്റ്റും എന്താണെന്ന് നോക്കാം. ഇതേ കേസ് നമ്മൾ ലെറ്റ് വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വാർ വെച്ചായിരുന്നു യൂസ് ചെയ്യുന്നത്, എന്ത് സംഭവിക്കും? നമ്മളിവിടെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 20 എന്നുള്ള വാല്യൂ കിട്ടും. കാരണം വാർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ സ്കോപ്ഡ് ആയിരുന്നു, പക്ഷെ ലെറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. നമ്മുടെ ആ ഒരു ബ്ലോക്കിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ ആ വേരിയബിളിന്റെ സ്കോപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ y = 20 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്കിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്തേക്കുന്ന വാല്യൂ പുറത്ത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സേവ് ചെയ്ത് നോക്കും, നമുക്ക് എറർ വരും, റഫറൻസ് എറർ, y is not defined എന്ന് പറഞ്ഞാൽ. ഇത് കാരണം കുറച്ചുകൂടി നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് വാർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ സ്കോപ്ഡ് ആണ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്കോപ്ഡ് ആണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ അകത്ത് എവിടെ ഉള്ള ആക്സസിബിൾ ആയിരിക്കും. പക്ഷെ ലെറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. ഒരു ബ്ലോക്കിന്റെ അകത്താണ് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ബ്ലോക്കിന്റെ അകത്ത് മാത്രമേ അത് കിട്ടുള്ളൂ, പുറത്ത് കിട്ടില്ല. അതോടെ അതിന്റെ ഫംഗ്ഷനാലിറ്റി തീരും. അതോടെ അത് ഗാർബേജ് കളക്ട് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡേറ്റ ആ മെമ്മറിയും ഫ്രീ ആയി പോകും. ക്ലിയർ ആയോ? പക്ഷേ നമ്മൾ ഈ സാധനം വാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷനകത്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലോബൽ സ്കോപ്പിലാണെങ്കിൽ ഗ്ലോബൽ സ്കോപ്പിലുള്ള സാധനങ്ങൾ ആ ഗ്ലോബൽ സ്കോപ്പ് നഷ്ടമാകുന്നവർ, ആ സ്കോപ്പ് നഷ്ടമാകുന്നവർ അത് മെമ്മറി കിടക്കുകയും ചെയ്യും, മെമ്മറി സ്പേസ് വെറുതെ നഷ്ടമാവുകയും ചെയ്യും. അത് ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വാറിന് പകരം ES6 തൊട്ട് ലെറ്റാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നാമത്തെ കേസ്. ഇനി അപ്പൊ ലെറ്റ് ആകുമ്പോൾ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. കൺസോളൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ പ്രിന്റ് ചെയ്യണം, എന്നാലും നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. നമ്മളിത് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവാത്ത വാല്യൂസ് ആണ്. ഓക്കെ, നമ്മളിതും സെയിം ഫംഗ്ഷനാലിറ്റി സെയിം തന്നെ. കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് റീഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഒരു തവണ കൊടുത്ത വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ലെറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും വാല്യൂസ് നമുക്ക് അതിൻ്റെ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാമായിരുന്നു. കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന്റെ വാല്യൂ ചേഞ്ച് ആവില്ല. ക്ലിയർ ആയോ? ഇനി കോൺസ്റ്റന്റ് ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കോൺസ്റ്റ് ഏജ് = 23 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ 23 കൊടുത്തു. ഇതൊരു കോൺസ്റ്റ് വേരിയബിൾ ആയിരുന്നു. അപ്പോൾ കോൺസ്റ്റ് ഏജ് 23 കൊടുത്തു. അതിന്റെ വാല്യൂ നമ്മൾ റീഡിക്ലെയർ ചെയ്യാൻ നോക്കി. എന്ത് സംഭവിക്കും? അസൈൻമെന്റ് കോൺസ്റ്റന്റ് വേരിയബിൾ. ഓക്കെ, അസൈൻമെന്റ് കോൺസ്റ്റന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതായത് കോൺസ്റ്റന്റ് വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തേക്കുന്ന ഈ ഏജിനെ നമുക്ക് റീ അസൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ്, അല്ലേ? ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റിലെ ഒരു ഫൺ ഫാക്ട് പറഞ്ഞുതരാം. അതായത് ഞാനിവിടെ അൺകമന്റ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിലെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അതായത് എക്സാക്ട്ലി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വേരിയബിൾസ് വാല്യൂസ് സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ എക്സാക്ട്ലി ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വരുന്നത്, റീഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത കേസ് വരുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഒരു അറേയോ ഒരു ഒബ്ജക്റ്റോ ആണെങ്കിൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി അത് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ കറക്റ്റ് ആണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഞാൻ ഒരു വേരിയബിള് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാനൊരു ഒബ്ജക്റ്റ് അസൈൻ ചെയ്തു. ഓക്കെ, ആലീസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അസൈൻ ചെയ്തു. ഇനി പേഴ്സൺ എന്ന് പറയുന്ന വേരിയബിളിന്റെ നെയിം എന്ന് പറയുന്ന ഇതിലേക്ക് ഫീൽഡിലേക്ക് നമ്മൾ ബോബ് എന്ന് പറഞ്ഞ പുതിയ വാല്യൂ സെറ്റ് ചെയ്തു. അതായത് ആലീസ് ആയിരുന്നു, ആലീസിനെ ബോബ് ആക്കുന്നു. ഇതൊരു കോൺസ്റ്റന്റ് വേരിയബിൾ ആണ്, അല്ലേ? ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കമന്റ് ചെയ്യാം. ഈ കേസിൽ എന്ത് പറ്റി? ആലീസ് ആയിരുന്നത് ബോബായി. അപ്പൊ ഇത് ശരിക്കും കോൺസ്റ്റന്റ് ആണോ? അല്ല എന്ന് തന്നെ നിങ്ങൾ പറയും, അല്ലേ? പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ കോൺസ്റ്റന്റുകൾ രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വാല്യൂസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് വാല്യൂ ആയിരിക്കും എടുത്തു വെക്കുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു വെക്കുന്നത്. അതിനാൽ തന്നെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു അറേയോ ഒരു ഒബ്ജക്റ്റോ ആണെന്നുണ്ടെങ്കിൽ
ഈ അറയുടെയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെയോ റെഫറൻസ് ആയിരിക്കും എടുത്തു വെച്ചേക്കുന്നത്. അതായത് ഇത് എവിടെയാണ് ഈ അറ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിന്റെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും എടുത്തു വെക്കുന്നത്. അതിനാൽ തന്നെ തിയററ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേഴ്സൺ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വേരിയബിളിന്റെ അകത്ത് എടുത്തു വെച്ചേക്കുന്നത്, കോൺസ്റ്റന്റ് വേരിയബിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ കോൺസ്റ്റന്റ് പേഴ്സൺ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ അകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് ഈ നെയിം ഈക്വൽ ടു ആലീസ് എന്നുള്ള ഒബ്ജക്റ്റിന്റെ മെമ്മറി ലൊക്കേഷൻ ആണ്. ആ മെമ്മറി ലൊക്കേഷൻ എന്തായാലും ചേഞ്ച് ആവുന്നില്ല. ആ മെമ്മറി ലൊക്കേഷനുള്ള നെയിം എന്ന് പറയുന്ന ഇതിന്റെ വാല്യൂ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. ഇതിരിക്കുന്ന മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ പേഴ്സണിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ ചേഞ്ച് ആവുന്നില്ല, അതിന്റെ അകത്തുള്ള വാല്യൂസ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പം തിയററ്റിക്കലി പറയുവാണെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പം അറയാണെങ്കിലോ ഒബ്ജക്റ്റ് ആണെങ്കിലോ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. അതായത് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും എടുത്തു വെക്കുന്നത്, അതായത് പാസ് ബൈ റെഫറൻസ്, അറേ റെഫറൻസ് ആയിരിക്കും എടുത്തു വെക്കുന്നത്, അല്ലെ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആയിട്ട് എടുത്തു വെക്കുന്നത്. അതേ കേസിൽ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ വാല്യൂ തന്നെ ഡയറക്റ്റ് ആയിരിക്കും എടുത്തു വെക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കൺസോൾ ലോഗ് കൊടുത്തപ്പോഴത്തേന് ആലീസ് ആയിരുന്ന ബോബായി അല്ലേ. നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന കോൺസ്റ്റന്റിലേക്ക് ഇപ്പോൾ ഇരുന്ന ഒബ്ജക്റ്റിന്റെ റെഫറൻസിന് പകരം നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റിന്റെ റെഫറൻസ് വെക്കാൻ നോക്കാം. അതായത് പുതിയൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. എന്ത് സംഭവിക്കാൻ നോക്കാം. അൺകോട്ട് എറർ, അസൈൻമെന്റ് കോൺസ്റ്റന്റ് വേരിയബിൾ. അതായത് കോൺസ്റ്റന്റ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഈ ഒരു നമ്മൾ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റോ അറയോ ആണെങ്കിൽ അതിന്റെ മെമ്മറി ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലേ. അതിന്റെ അകത്തുള്ള വാല്യൂ ചേഞ്ച് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ മെമ്മറി ലൊക്കേഷനാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, പേഴ്സൺ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പുതിയൊരു ഒബ്ജക്റ്റിന്റെ മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധിക്കില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു ഒബ്ജക്ട് മെമ്മറി ലൊക്കേഷൻ എടുത്ത് വെക്കാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു മെമ്മറി ലൊക്കേഷൻ ഇരിക്കുന്ന കണ്ടന്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള മറ്റേ ഫീൽഡുകളുടെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഇതാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വേരിയബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ES6 ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലെറ്റും കോൺസ്റ്റന്റ്, ലെറ്റും കോൺസ്റ്റന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.